ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി മുട്ടച്ചമ്മന്തിയാണ്. അപ്പോൾ വളരെ ടേസ്റ്റിയായി നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും അതുപോലെ തന്നെ ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ പറ്റിയ നല്ലൊരു മുട്ടച്ചമ്മന്തി തയ്യാറാക്കാം. അപ്പോൾ ഇതാ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ തേങ്ങ ഇട്ട് കൊടുത്ത് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഉള്ളിയാണ്. ചെറിയ ഉള്ളി അല്ലെങ്കിൽ സവാളയും നമുക്ക് എടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന സവാളയാണ്. ഇനി നമുക്ക് എരിക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഞാനൊരു അര സ്പൂൺ മുളക് പൊടിയാണ് ഇവിടെ ചേർത്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇതാ നമ്മുടെ ചമ്മന്തി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കാൻ വേണ്ടി ഇവിടെ ഇതാ വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത്, കറിവേപ്പില, പിന്നെ നമ്മുടെ ചമ്മന്തിക്ക് ഏറ്റവും ആവശ്യമായി വേണ്ടതാണ് മുട്ട. 2 മുട്ടയും ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ ഒരു ചട്ടി വെച്ച് കൊടുത്ത ശേഷം അത് ചൂടായി വന്നിട്ടുണ്ട്, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരണം. അപ്പോൾ ഇതാ കടുകൊക്കെ ഒന്ന് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വറ്റൽമുളക് ചേർത്തെടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള അല്ലെങ്കിൽ ചെറിയ ഉള്ളി, താളിപ്പിന് ഏതുള്ളിയാണോ അത് നിങ്ങൾ എടുത്തിക്കണം. അപ്പോൾ ഞാനിവിടെ സവാളയാണ് ചേർത്തെടുത്തിരിക്കുന്നത്. ഇനി നന്നായിട്ട് ഇതൊരു ബ്രൗൺ കളറായി വരുന്നവരെ നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതാ നമ്മുടെ മുട്ടച്ചമ്മന്തിക്ക് ആവശ്യമായ മുട്ട ഞാനിവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. അതൊന്ന് പൊട്ടിച്ചൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ഉള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പിലയോട് ചേർത്ത് കൊടുക്കാം. ഇതൊരു നല്ല ബ്രൗൺ കളറായി വന്നതിന് ശേഷമാണ് നമ്മളിതിലേക്ക് മുട്ട ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ ഉള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ കറിവേപ്പിലയും മുളകൊക്കെ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ പൊട്ടിച്ച് വെച്ചിരിക്കുന്ന മുട്ടയും കൂടെ ഒഴിച്ചു കൊടുക്കാം. 2 മുട്ടയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ മുട്ടയിൽ നന്നായിട്ടൊന്ന് ഉപ്പ് പിടിച്ച് വരാനാണ്. ചമ്മന്തിക്ക് നമ്മുടെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് ഇതുപോലെ മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ആ മുട്ട നന്നായിട്ടൊന്ന് വെന്ത് വന്നതിന് ശേഷം മാത്രമേ നമ്മളിതൊന്ന് ചിക്കി കൊടുക്കാവൂ. അപ്പോൾ ഇതാ മുട്ടയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതാ ഇതുപോലെ ഒന്ന് ചിക്കി എടുക്കണം. മുട്ടയുടെ എല്ലാ സൈഡും നന്നായിട്ടൊന്ന് മൂത്ത് വെന്ത് വരണം. ഇതുപോലെ നമ്മൾ ചിക്കി കൊടുക്കുമ്പോൾ അതിൻ്റെ എല്ലാ സൈഡും നന്നായിട്ടൊന്ന് വെന്ത് വരും. അപ്പോൾ ഇതാ മുട്ടയുടെ എല്ലാ സൈഡും നന്നായിട്ട് വെന്തൊന്ന് വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്കതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ചമ്മന്തി കൂടി ചേർത്ത് കൊടുക്കാം. ചമ്മന്തിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ചമ്മന്തി കൂടി നന്നായിട്ടൊന്ന് ചൂടായി വരണം, നല്ലോണം മൂത്ത് വരണം. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ നമ്മളിത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി ആ മുട്ടയും ചമ്മന്തിയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതാ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ടച്ചമ്മന്തി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്ക് കുട്ടികൾക്കൊക്കെ സ്കൂളിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പിയാണിത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ. ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇതുപോലുള്ള റെസിപ്പിയുമായിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ആൻഡ് താങ്ക് ഫോർ വാച്ചിങ്.